നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ അവതരിപ്പിച്ചു വരികയാണ്. മേടം മുതൽ മകരം വരെയുള്ള ഓരോ രാശിക്കാരുടെയും പ്രത്യേകം വീഡിയോകൾ ചെയ്തിരുന്നു. അതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് ഇന്ന് കുംഭക്കൂറുകാരുടെ ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ രണ്ടാം പകുതി, ചതയം, പൂരുട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് രാശ്യാധിപനായിട്ടുള്ള ശനി ജന്മരാശിയിലാണ്. രണ്ടാം ഭാവത്തിൽ രാഹുവാണ്. 4-ൽ വ്യാഴമുണ്ട്. അഷ്ടമത്തിൽ കേതുവുണ്ട്. ഏറെക്കാലമായി ഉണ്ടായിരുന്ന ചില തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടാൻ ജൂലൈ മാസം കാരണമാകുന്നതാണ്. കുംഭക്കൂറുകാർക്ക് ഗ്രഹനിർമ്മാണത്തിനോ ഗ്രഹത്തിൽ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിനോ ഒക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. പൊതുവെ കഴിഞ്ഞ കാലത്തിലുണ്ടായിരുന്ന തടസ്സവും അലസതയും മെല്ലെപ്പോക്കുമൊക്കെ ജീവിതത്തിലെ പ്രതിസന്ധികളും ഒക്കെ മാറിക്കിട്ടാനുള്ള അനുകൂല സാഹചര്യങ്ങൾ കുംഭക്കൂറുകാർക്ക് ഉണ്ടാകുന്നതാണ്. ചില കാര്യങ്ങൾക്കൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും അതൊക്കെ നീങ്ങി അതിന്റെ ഫലങ്ങൾ അനുകൂലമായി തീരുന്നതാണ്. പൊതുവെ ദൈവാധീനം ഉണ്ടാകുന്ന സമയമാണ് എന്ന് നിസ്സംശയം പറയാം. എന്നിരുന്നാലും ശനിയുടെ ജന്മരാശിയിലെ സ്ഥിതി കാര്യങ്ങളൊക്കെ മന്ദഗതിയിലേ നടക്കൂ എന്നുള്ളത് പറയേണ്ടതാണ്. ചില ദുർഘടാവസ്ഥകളൊക്കെ വന്നു ചേരുമെങ്കിലും അതൊക്കെ ധൈര്യപൂർവ്വം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കുംഭക്കൂറുകാർക്ക് സാധിക്കും. എല്ലാ തരത്തിലുള്ള ഇടപാടുകളിൽ കുംഭക്കൂറുകാർ ശ്രദ്ധിക്കേണ്ട മാസമാണ്. പണം കൊടുത്ത് തിരികെ ലഭിക്കാനൊക്കെ കാത്തിരിക്കുന്നവർക്ക് അതൊക്കെ കുറച്ചായിട്ട് തിരികെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. രോഗപ്രതിരോധ ശേഷി പൊതുവെ കുറഞ്ഞിരിക്കുന്നവർക്ക് അതൊക്കെ കുറേശ്ശെയായിട്ട് വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളും ജൂലൈ മാസത്തിൽ ഉണ്ടാകും. വിദേശ യാത്രയൊക്കെ ആഗ്രഹിക്കുന്ന കുംഭക്കൂറുകാർക്ക് കാലം അനുകൂലമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് പുതിയ മേഖലകൾ ലഭിക്കുന്നതാണ്. എന്നാൽ ജോലി വിട്ട് തൊഴിൽ മാറി മറ്റു ജോലിയൊക്കെ ഏർപ്പെടാൻ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അനുകൂല സമയമല്ല. എല്ലാ തരത്തിലുമുള്ള തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ കൊടുക്കേണ്ട കാലമാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ജൂലൈ മാസം. വാദസംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ അലട്ടാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. സന്താനങ്ങളിൽ നിന്നും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. സ്ഥിരമായി രോഗാവസ്ഥയിലൊക്കെ നേരിടുന്ന കുംഭക്കൂറുകാർക്ക് അതൊക്കെ കുറച്ചു നാളുകൂടി മുന്നോട്ട് പോകും. എന്നിരുന്നാലും അതിൽ നിന്നൊക്കെ ആശ്വാസത്തിനും വകയുണ്ട്. അതായത് ജൂലൈ മാസം അവസാനത്തോടുകൂടി ചെറിയ രീതിയിലുള്ള രോഗശാന്തി ആരംഭിക്കുന്നതാണ് എന്നർത്ഥം. പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നതിന് അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യങ്ങൾ ഉണ്ടാകുന്ന മാസമാണ്. ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അയ്യപ്പസ്വാമിക്ക് ശക്തിയുക്തം വഴിപാടുകൾ ചെയ്യുക, ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, കൂടാതെ ശിവക്ഷേത്രത്തിലും ദർശനം നടത്തി പുറകുവിളക്ക്, ധാര തുടങ്ങിയ വഴിപാടുകളെയും ചെയ്യുക. ദോഷഫലങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്നതാണ്. ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് മീനക്കൂറുകാരുടെ സമ്പൂർണ്ണ നക്ഷത്രഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.